ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ മോശമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ നെഞ്ചിലേറ്റിയ ലെസ്ബിയൻ ദമ്പതികൾ, ഈ ബിഗ് ബോസ് സീസണിൽ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ലെസ്ബിയൻ ദമ്പതികളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവരുടെ ഫാമിലിയെ ബിഗ് ബോസിലോട്ട് കൊണ്ടുവരിക, ഫാമിലിയുമായി ഒന്നിപ്പിക്കുക എന്നൊരു ആഗ്രഹമായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ ഒരു ഉപദേശം ഏതോ LGTVയുടെ അംഗം ഇവർക്ക് കൊടുത്തിരുന്നു. ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഫാമിലി നിങ്ങളുമായി കൂട്ടായി നിങ്ങളെ ഏറ്റെടുക്കുമെന്നുള്ള ഒരു ഉപദേശം നൽകിയിട്ടാണ് ഇവർ ബിഗ് ബോസിൽ വന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. എനിവേ, ഇവരുടെ ഫാമിലിയെ കൊണ്ടുവരാൻ വേണ്ടി ബിഗ് ബോസ് അക്ഷീണം പരിശ്രമിച്ചു. എന്താണ് സംഭവിച്ചതെന്നൊക്കെ വളരെ വ്യക്തമായി ഈ വീഡിയോയിൽ ഞാൻ പറയാം. എന്തുകൊണ്ട് ആദിലയും നൂറയും എന്ന് പറയുന്ന ഈ ലെസ്ബിയൻ ദമ്പതികളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതിന്റെ ഉത്തമ തെളിവുകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ വീഡിയോ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതേ, കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബോസ് ലൈവ് കണ്ടവർക്കറിയാം, ആദില നൂറ ലെസ്ബിയൻ ദമ്പതികളുടെ പേരൻസായി 2 പ്രമുഖ താരങ്ങൾ വന്നിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ ദിയാസനയും ജാസ്മിനും മൂസയും എത്തിയിരുന്നു. കാണാൻ ഇത്രയും പണി ഞങ്ങൾ ചെയ്യണോ? അതെ, ലെസ്ബിയൻ ദമ്പതികളുടെ വാപ്പച്ചിയും ഉമ്മച്ചിയുമായി ബിഗ് ബോസ് കൊണ്ടുവന്നിരുന്നത് മറ്റാരെയുമല്ല, ദിയാസനയും ജാസ്മിനും മൂസയുമായിരുന്നു. എന്നാൽ ബിഗ് ബോസ് കൊണ്ടുവന്ന ഉമ്മയെയും ബാപ്പയെയും തള്ളിപ്പറയുന്ന രീതിയിലേക്ക് പോയിരിക്കുന്നത്. എന്താണ് ഉണ്ടായത്? നൂറ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ്, ഇതാണോ തങ്ങളുടെ ഉമ്മയും ബാപ്പയും? ഈ ഉമ്മയും ബാപ്പയും കാണാനാണോ തങ്ങൾ ഇത്രയും അധികം കാത്തിരിക്കുന്നത്? ഇത്രയും അധികം ബിൽഡപ്പ് എന്തിനാണ്? അതായത് ബിഗ് ബോസ് കൊണ്ടുകൊടുത്ത ഉമ്മയും ബാപ്പയും ആക്ഷേപിക്കുന്ന രീതിയിലാണ് നൂറയുടെ സംസാരം. എന്താണ്? അസൈൻമെന്റ് ഒന്നുമില്ല. ജീവനെന്തിയാ ചേച്ചിന് എനിക്കറിയാം. ബിഗ് ബോസ് കളിയൊന്നും വേണ്ട. ഓവർ ബിൽഡപ്പ് വേണ്ട കേട്ടോ, എനിക്കറിയാം. മര്യാദക്ക് ഞങ്ങളെ 2ആളെയും പാരന്റ്സിനെ കൊണ്ടുപോകുന്നു. നിങ്ങൾ വല്ലാത്ത ചതിയായി പോയി ചെയ്തത്. ഇഷ്ടമായില്ല ബിഗ് ബോസ് ഞങ്ങൾ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക, ഒരു ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയാം, ജാസ്മിൻ മൂസ എന്ന് പറയുന്ന ഈ പ്രമുഖ താരം എങ്ങനെ ബാപ്പയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ അതിനുവേണ്ടി കണക്കൂട്ടി വന്നൊന്നുമില്ല. ഓള് കൊച്ചിയിൽ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ, അതായത് ഒരു ജിമ്മിന്റെ ഉദ്ഘാടനത്തിന് കൊച്ചിയിൽ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഓള് പറയുന്നത് എന്താണോ ഒന്നുകൂടെ കേൾക്കാം. നമ്മൾ ജിമ്മിന്റെ ഇനോഗ്രേഷൻ വന്നതായിരുന്നു. എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്തായിരുന്നു എങ്ങനെ നമ്മൾ അതില നൂറിന്റെ ഫാമിലി റൗണ്ട് നടക്കുന്നുണ്ടല്ലോ. സോ അവര് ഫാമിലി ഇപ്പോഴും കുറച്ചെന്താ പറയാ, അതായത് കൊച്ചി എയർപോർട്ടിൽ നിൽക്കുമ്പോൾ വാപ്പയെ ആവശ്യമുണ്ട് എന്നുള്ള ഒരു പരസ്യം കാണുകയും അതിനെ തുടർന്ന് പൊടുന്നനെ മുൻപിൻ നോക്കാതെ LGTVക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. അങ്ങനെ അവർ വലിയ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് നൂറയുടെ വാപ്പച്ചിയായി ബിഗ് ബോസ് ഹൗസിൽ എത്തിയ ജാസ്മിൻ മൂസായെ അപമാനിക്കുന്ന അല്ലെങ്കിൽ അവഹേളിക്കുന്ന രീതിയിലായി പോയില്ലേ കാര്യങ്ങൾ? ഇവരെ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഇങ്ങനെ തള്ളിപ്പറയാൻ സാധിക്കുക ഈ ലെസ്ബിയൻ ദമ്പതികൾക്ക്? എന്തുകൊണ്ട് നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ ദമ്പതിയുടെ ഫാമിലിയിൽ നിന്നും ആരും വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലെസ്ബിയൻ ദമ്പതി മുൻകാലത്ത് നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ എന്തായിരുന്നു? അത് വരട്ടെ. നമ്മള് ഇഷ്യൂനൊക്കെ മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ പാരന്റ്സിന്റെ കൂടെയൊക്കെ. ആ ഒരു ഫാമിലി അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ഞാൻ മിസ് ചെയ്യുന്നില്ല. എനിക്ക് ഒരു ടോക്സിക് ലൈഫ് ലീഡ് ചെയ്യാൻ താല്പര്യമില്ല. അല്ല, അന്ന് ലെസ്ബിയൻ ദമ്പതി ഇതായിരുന്നു തങ്ങളുടെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞത്. അതേ ലെസ്ബിയൻ ദമ്പതി തന്നെ ഇപ്പോൾ തന്റെ ഉമ്മയും അനിയത്തിയും കാണണമെന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ബിഗ് ബോസിനോട് ചൂടാവുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ബിഗ് ബോസിനെ കുറ്റം പറയാൻ കഴിയുക? അവരെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ 2 ഹിമാറുകളെ കൊണ്ടുവന്ന്, അതിൽ കൂടുതൽ അവരെ കൊണ്ടൊക്കത്തില്ല. ആ 68 ശ്രമിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ അനിയത്തിമാരെ പോലും കോണ്ടാക്ട് ചെയ്ത് ഓലെയെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി കഠിന പരിശ്രമം നടത്തി. ചെറിയ കുട്ടികളാണ്, പഠിക്കുന്ന കുട്ടികളാണ്. ഓലെയെങ്കിലും എത്തിക്കാൻ വേണ്ടി ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകര് നന്നായി ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഒരുപാട് വാഗ്ദാനങ്ങൾ, ഒരുപാട് ഓഫറുകൾ. LGTV അതിന് മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ആ വിഷയത്തിലൊന്നും LGTVയെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ സാധിക്കത്തില്ല. ഫാമിലിയെ കൊണ്ടുവരാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തു. ജിയോ ഹോട്ട്സ്റ്റാറിന്റെ 2-3 വർഷത്തെ പ്രീ റീചാർജ്, അതുപോലെ തന്നെ ബിഗ് ബോസ് ഫിനാലെ കാണാനുള്ള അവസരം, ലാലേട്ടന്റെ വീട്ടിൽ 2-3 ദിവസം തങ്ങാനുള്ള അവസരം, അതുപോലെ തന്നെ അക്ബറിന്റെ പാട്ട് നേരിട്ട് കേൾക്കാനുള്ള അവസരം. ഇത്തരം വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ട് പോലും നൂറയുടെ ഫാമിലി അത് മുഖവിലക്കെടുത്തില്ല. പിന്നെന്താ ഇവിടെ ബിഗ് ബോസിനെ കുറ്റം വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒലക്കൊണ്ട് ഒക്കുന്ന രീതിയിൽ 2 ഹിമാറുകളെ കൊണ്ടുവന്ന്, അതായത് ഏറ്റവും അവസാന നിമിഷത്തിലാണ് വാപ്പയൊന്ന് സെറ്റാക്കിയത്. എങ്ങനെയെങ്കിലും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് 2 പേരെ കൊണ്ടുവന്ന് ഗെയിമൊക്കെ കളിപ്പിച്ച് ഓലെ കാണിച്ചു കൊടുത്തപ്പോ ഇതാണ് അവസ്ഥ.
ഇതാണ് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഒരു വാപ്പച്ചയോ ഉമ്മച്ചയോ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തപ്പോൾ ഉള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. ഇതാണ് ഇവരെ കുടിച്ച വെള്ളത്തിൽ എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഇതാണ്. ഈ ഒരു വിഷയത്തിൽ എങ്ങനെ LGTV കുറ്റം പറയാൻ പറ്റും? വാപ്പയായിട്ടും ഉമ്മയായിട്ടും കയറിപ്പോയ ദിയാസനെയും ജാസ്മിനെ മൂസ ഇപ്പൊ ആരായി? ഓല അവസ്ഥ എന്ന് ആലോചിച്ച് കാണുമ്പോൾ അതാണ് ഓൽക്ക് കൊടുത്ത വില, പട്ടി വിലയല്ലേ ഓൽക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലെസ്ബിയൻ ദമ്പതികളെ അത്രയ്ക്ക് കണ്ണടച്ച് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ലെസ്ബിയൻ ദമ്പതികളുടെ ഈ ഒരു നിലപാടിനെ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, ഏറെ ദൗർഭാഗ്യകരമായ സംഭവം. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതാരുടെ കുഴപ്പമാണ്? ഫാമിലി വരാതിരുന്നത് ഫാമിലിയുടെ കുഴപ്പമാണോ? അല്ലെങ്കിൽ ഇതിന് ശ്രമിക്കാതിരുന്ന അല്ലെങ്കിൽ ശ്രമിച്ച് പരാജയപ്പെട്ട LGTVയുടെ കുഴപ്പമാണോ? അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ കുഴപ്പമാണോ? ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരുടെ കുഴപ്പമാണോ? അതല്ലെങ്കിൽ ലാലേട്ടന്റെ കുഴപ്പമാണോ? അല്ലെങ്കിൽ സാക്ഷാൽ നൂറയുടെയും ആദിലയുടെയും കുഴപ്പമാണോ? എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.